അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ പൂർവ്വജന്മവുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ ഒരു പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നു. 2-3 ജന്മങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സംബന്ധം കഴിക്കുന്ന കാലമാണ്. സംബന്ധം കഴിച്ച രണ്ടാമത്തെ കുഞ്ഞമ്മയായിട്ടാണ് അമ്മയെ കാണുന്നത്. ഒരിക്കലും പുറകെ സീറ്റ് ഇരുന്നുകൊണ്ട് കാറിനകത്തെ ഫ്രണ്ടിൽ സ്വിച്ച് ഇടാൻ പറ്റില്ല. ഇത് ആരിട്ടു അറിയില്ല. ആത്മാക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്. അവർ ഇച്ഛിക്ക് നിർത്തിയെന്ന് അവരെ ഉണർത്താനുള്ള കഴിവും. ഞാൻ വരികയാണേ എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ മുമ്പിൽ സബ് കോൺഷ്യസ് ലെവലിൽ ആരോ നിൽപ്പുണ്ട്. അവരോടാണ് ഞാൻ വരികയാണേ എന്ന് പറയുന്നത്. ഞാൻ പോവുകയാണേ എന്ന് പറയുന്നത് എനിക്കൊരു സംശയം. ഇത് മിക്കവാറും സമയം അടുത്തിരിക്കുകയാണോ എന്നൊരു സംശയം. ഞാൻ അങ്ങ് അടുത്തോട്ട് മാറി നിന്നപ്പോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. സാറ് കഴിഞ്ഞ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അച്ഛൻ്റെ മരണസമയമായപ്പോൾ അടുത്തേക്ക് വന്ന മരിച്ചുപോയ സഹോദരങ്ങളുടെ കഥ. അതെ. അപ്പം അത് പൂർണ്ണമായും ഒന്ന് പറയാൻ കഴിഞ്ഞില്ലായിരുന്നു. അതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അച്ഛൻ്റെ മരണത്തെപ്പറ്റി എനിക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ താമസിക്കുന്നത് ഇവിടുന്ന് ഞാനാ പറഞ്ഞ അതിനടുത്ത ആ മല അടുത്ത ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ പോകും. അവിടെയാണ്. അപ്പോൾ അനിയൻ്റെ കൂടാണ് അച്ഛൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു രാവിലെയായി ഞാൻ സ്ഥാപനത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഉൾവിളി ഇന്ന് അച്ഛൻ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വണ്ടി വിട്ടു. അച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അച്ഛൻ എന്താടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒന്നുമില്ല. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ആയിക്കോട്ടെ. ഞാനതിലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞതാണ്. അതിന് മുമ്പ് കുറേ കൊച്ചു കുട്ടികൾ കരയുന്നതായിട്ട് അച്ഛൻ കേൾക്കുന്നു. ഇതൊന്ന് മാറ്റി തരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു അത് അങ്ങ് പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്തൂടെ. അതെ ഒരു വെർട്ടിബ്രയുടെ ഭാഗത്തൂടെ ഞാൻ അതിനെ പുറത്തെടുത്ത് അതിനെ നശിപ്പിച്ചല്ല അതിന് വേറെ തലം കൊടുത്തു വിടുക. കഴുത്തിൻ്റെ അതെ. അപ്പോൾ ഞാൻ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നടക്കും. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനെടുക്കാൻ ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. നീ ഇന്ന് സ്ഥാപനത്തിൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു പോയില്ല. ഇങ്ങോട്ട് വരണമെന്ന് തോന്നി ഇങ്ങോട്ട് പോന്നു. എന്നാൽ പോക്കൂ. ഞാൻ പറയും ഇന്നിനിയും പോകുന്നില്ല, സമയമൊക്കെ ഒത്തിരി ആയില്ല, ഞാൻ പോകുന്നില്ല. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു? ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ 12 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു. 5 മണി ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഭാവം മാറി തുടങ്ങി. 5 മണി ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഭാവം മാറി. എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. പുലമ്പെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വരിക, അല്ലേ ഞാൻ പോവുകയാണേ എന്നൊക്കെയാണ് കൂടുതലും പറയുന്നത്. ഞാൻ പോവുകയാണേ, ഞാൻ വരിക എന്നാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഞാൻ വരികയാണേ എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ മുമ്പിൽ സബ് കോൺഷ്യസ് ലെവലിൽ ആരോ നിൽപ്പുണ്ട്. അവരോടാണ് ഞാൻ വരികയാണേ എന്ന് പറയുന്നത്. ഞാൻ പോവുകയാണേ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ലെവൽ ഞങ്ങൾ മക്കൾ 2-3 പേര് അവിടെ നിൽപ്പുണ്ട്. അവരോടാണെന്ന് മനസ്സിലായി. അതിലൊരാൾ വന്നില്ല. വരാഞ്ഞ ആളിൻ്റെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നാര് വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അച്ഛൻ കണ്ണടച്ച് കിടക്കുകയാണ്. കണ്ണടച്ച് കിടന്നുകൊണ്ട് ചോദിക്കുന്നു ഇന്നാര് വന്നില്ലേ? ഇല്ല വരും എന്ന് പറയും. വരത്തൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. 7 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഇത് മിക്കവാറും സമയം അടുത്തിരിക്കുകയാണോ എന്നൊരു സംശയം. ഞാനങ്ങ് അടുത്തോട്ട് മാറി നിന്നപ്പോൾ ഞാൻ പോവാ കേട്ടോ. എന്നിട്ട് മറ്റേ ആളിനോട് ഞാൻ വരിക. ഇത് 3 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പോവുക, ഞാൻ വരിക, ഞാൻ പോവുക, ഞാൻ വരിക. ഇത് ആരോടാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഒന്ന് പറഞ്ഞത് അറിയാം, മക്കളോടായിരിക്കാം. മറ്റേത് നമുക്ക് ആരോടാ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ പൂർവ്വജന്മവുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ ഒരു പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നു. 2-3 ജന്മങ്ങൾക്ക് മുമ്പ്
ഇദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ ആ ശാരീരികമായ കലയും അങ്ങനെ തന്നെയാണ്. ഒരു രാജകീയമായ കലയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഈ രാജാക്കന്മാരിരിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ. രാജകീയമായ കലയുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതല്ല ഞാനത് അദ്ദേഹത്തിന് എൻ്റെ അച്ഛനായിരുന്നു പറയാൻ, പൂർവ്വജന്മത്തിൽ അച്ഛനായിരുന്നു പറയാൻ കാരണം, ഒരു ഇൻസിഡൻറ്റ് സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടു. രണ്ടും അവരായിട്ടല്ല കാണുന്നത്. അച്ഛനെ ആ പൂർവ്വജന്മത്തിലെ അച്ഛനായിട്ട്, അമ്മയെ ആ പൂർവ്വജന്മത്തിലെ കുഞ്ഞമ്മയുമായിട്ടാണ് കണ്ടത്. എൻ്റെ അമ്മയല്ല, രണ്ടാമത്തെ അമ്മ. എന്നുവെച്ചാൽ അമ്മ മരിച്ച ശേഷമുള്ള അമ്മയല്ല. ആ സമയത്ത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സംബന്ധം കഴിക്കുന്ന കാലമാണ്. അങ്ങനെ സംബന്ധം കഴിച്ച രണ്ടാമത്തെ കുഞ്ഞമ്മയായിട്ടാണ് അമ്മയെ കാണുന്നത്. അപ്പോൾ എനിക്കതിൽ നേരത്തെ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇവർ ഇന്നാരാണോ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, കാരണങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്നോട് വലിയ സ്നേഹമില്ലായിരുന്നു. എന്നാൽ എനിക്കങ്ങനെയല്ല, അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു. ഇതിനൊരു കാരണം കാണുമല്ലോ, പൂർവ്വജന്മപരമായ ഒരു കാണും. ആ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ആയിരിക്കാം. അക്കാലത്തും ആ ജന്മത്തും അച്ഛന് എന്നോട് സ്നേഹമില്ലായിരുന്നു. എനിക്ക് അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു. അന്നുണ്ടായ പല ഇൻസിഡൻറ്റുകളും പിന്നീട് പുസ്തകങ്ങൾ പല രൂപത്തിൽ എഴുതി മാറ്റിയിട്ടുണ്ടെങ്കിലും വലിയ സ്നേഹമായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. മൂത്ത ഭാര്യയിലെ പുത്രനായ എന്നോട് അച്ഛന് സ്നേഹം കുറവായിരുന്നു. കാരണം അച്ഛന് ഏറ്റവും ഇഷ്ടം ഇന്നെൻ്റെ അമ്മയായിരുന്ന അന്നത്തെ അമ്മയോടായിരുന്നു. ആ അമ്മയിലുണ്ടായ പുത്രനോടായിരുന്നു കൂടുതൽ സ്നേഹം. അതിനുവേണ്ടിയാണ് എന്നോട് ഒരുപാട് എനിക്ക് മോശമായ കാര്യം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അന്ന് ചെയ്തത്. അതേത് രൂപം തന്നെയായിരുന്നു ഏതാണ്ട് ഇക്കാലത്തും അച്ഛനൊരു താമസം മാറണമെന്ന് വന്നപ്പോൾ എന്നെ ഒഴിവാക്കുക ചെയ്തത്. അച്ഛൻ ഇവിടുന്നും കുറേ ദൂരമാണ് അച്ഛൻ്റെ കുടുംബം. അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറുമ്പോൾ എന്നെ ഒഴിവാക്കുക ചെയ്തത്. ബാക്കി മക്കളെയുമായിട്ടാണ് വരുന്നത്. അതിനുശേഷം ബാക്കി മക്കളെന്ന് പറയുമ്പോൾ പെൺപിള്ളേരാണ്, അതുകൂടെ ഓർക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ മൂത്ത ആണായിട്ട്. എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഏതാണ്ട് എനിക്ക് ഒരു 10-13 വയസ്സായതിന് ശേഷമാണ് പഠിക്കാനുള്ള അടുത്ത് സ്കൂളുണ്ട്, ഇവിടെ സ്കൂളുണ്ട് എന്നുള്ള സൗകര്യം കണക്കാക്കിയാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. പിന്നീടുണ്ടായ പല സംഭവങ്ങളിലും ആ സ്നേഹക്കുറവ് പ്രകടമായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ ആയിരുന്നില്ല. അതിഭയങ്കരമായ അക്കാലത്തും സ്നേഹമായിരുന്നു, ഇക്കാലത്തും സ്നേഹമായിരുന്നു. ഇതായിരുന്നു അച്ഛൻ്റെത്. ഇനി ഇത് കഴിഞ്ഞ് അമ്മയുടെ മരണം, അച്ഛൻ്റെ മരണം കഴിഞ്ഞു. അമ്മയുടെ മരണം അതിനൊരു 10 വർഷം മുമ്പ് നടന്നതാണ്. അച്ഛൻ്റെ മരണത്തിന് 10 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 2004 അമ്മയുടെ മരണം നടക്കുന്നത്. അമ്മയ്ക്ക് നേരത്തെ തന്നെ ഹൃദയത്തിന് പ്രശ്നമുണ്ടായിരുന്നു, അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 10-16 വർഷമായിട്ട് ചികിത്സയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്രിസ്തുമസിൻ്റെ തലേന്ന് എന്ന് പറയുമ്പോൾ സുനാമിയുടെ തലേന്ന് അമ്മയ്ക്ക് നെഞ്ചുവേദന കൂടി ഞാൻ പെട്ടെന്ന് ശകലം താമസിക്കേണ്ടി വന്നു. അനിയൻ ഇവിടെ എത്താൻ ശകലം താമസിച്ചു. അതുകൊണ്ടൊരു ശകലം താമസിച്ച് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇടയ്ക്ക് പല ആശുപത്രികളിലും കാണിച്ചു, പറ്റിയില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റായി. 10 മണിയോടുകൂടി, രാത്രി 10 മണിയോടുകൂടി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ, അഡ്മിറ്റാകുന്നതിന് മുമ്പ് എനിക്കാണെങ്കിൽ അക്കാലത്ത്, ഇപ്പോഴും വലിയ പ്രശ്നമില്ല, അക്കാലത്ത് ഈ കൂടുതൽ വണ്ടി ഓടിക്കാനൊക്കെ ഒന്നും പറ്റത്തില്ല. ഈ നടുവ് ഒടിഞ്ഞിട്ടുണ്ട് ആക്സിഡൻറ്റിൽ നടുവ് ഒടിഞ്ഞിട്ടുണ്ട്, 2 ഇടത്തിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിൽക്കണ്ട, നീ വണ്ടിക്കകത്ത് പോയി കിടാ, അല്ലെങ്കിൽ വീട്ടിലോട്ട് പോക്കോ. അമ്മയും പറഞ്ഞു, അവരുടെ ഇൻറ്റൻസീവ് കെയർ അഡ്മിറ്റായി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പോക്കോ എന്നൊക്കെ പറഞ്ഞു.
ഞാൻ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ചുറ്റിനും അത്ര കുറേ കാറ് കിടപ്പുണ്ട്. എനിക്കൊരു ഉൾഭയം പോകാനും അതുപോലെ ഇവിടെ വിട്ടുപോകാൻ്റെ മടി, ഇത് രണ്ടും കൊണ്ട് ഞാൻ ആ കാറിനകത്ത് തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. പുറകിലത്തെ സീറ്റിൽ കിടക്കാം. പുറകിലത്തെ സീറ്റിൽ കിടക്കാനുള്ള സൗകര്യമുണ്ടല്ലോ, അതിൽ ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സമയത്ത് ഡാ ഡാ എന്നൊരു ശബ്ദം. ഞാൻ ചാടി എണ്ണിറ്റപ്പോൾ പുറകിലെ സീറ്റാണ് കിടക്കുന്നത്. ചാടി എണ്ണിറ്റപ്പോൾ ഈ കാറിനകത്തെ ലൈറ്റ് എല്ലാം ഇട്ടിരിക്കുന്നു. ഒരിക്കലും പുറകെ സീറ്റ് ഇരുന്നുകൊണ്ട് കാറിനകത്തെ ഫ്രണ്ടിൽ സ്വിച്ച് ഇടാൻ പറ്റില്ല. ഇത് ആരിട്ടു അറിയില്ല. ഞാൻ പെട്ടെന്ന് കണ്ണ് മിഴിച്ച് നോക്കിയപ്പോൾ ഇത് ആരാ ലൈറ്റ് ഇട്ടേക്കുന്നു? അപ്പോൾ ഈ ഡാന്ന് വിളിച്ച അമ്മയുടെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ഞെട്ടി പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എല്ലാം കാറൊക്കെ ഒരുപാട് വന്ന് രാത്രി വന്ന രോഗികളുടെ. അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അനിയൻ്റെ വിളി കേട്ടു, ചേട്ടാന്നുള്ള വിളി കേട്ടു. ഞാൻ വിളി കേട്ടു, എന്താടാ? അത് അമ്മയ്ക്ക് ഒരു സിസ്റ്റർ പറഞ്ഞൊരു തോർത്തും വേണം, ഒരു കുപ്പി വെള്ളവും കൂടെ മേടിച്ചുകൊണ്ട് പോകണം. ഇപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോൾ വെള്ളവും തോർത്തും അല്ല വേണ്ടേ, നീ വാ, ഓടി വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും ഇൻറ്റൻസീവ് കെയറിലേക്ക് ഓടി. അവിടെ ഓടി കയറി ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവർ അകത്ത് കയറ്റാൻ മറ്റേ ഇതല്ലേ IC ഇൻറ്റൻസീവ് കാർഡിയക് കെയർ യൂണിറ്റല്ലേ. അപ്പോൾ ഞാൻ ചാടി അങ്ങ് അകത്ത് കയറിയപ്പോൾ അമ്മ മരിച്ചു കിടക്കുക. അപ്പോഴാണ് സിസ്റ്റർ അറിയുന്നത് ആൾ മരിച്ചു. ഇങ്ങനെ 2 മരണങ്ങൾ. ഈ മരണസമയത്ത് ആത്മാക്കൾ എപ്പോഴെങ്കിലും അടുത്ത് വന്നിട്ടുണ്ട് ഇവരുടെ? ഇപ്പോൾ അടുത്ത് വന്നല്ലോ. ഇപ്പോൾ അടുത്ത് വന്ന കഥ പറയാൻ വേണ്ടിയാണ് അമ്മയുടെ മരണം പറയേണ്ടി വന്നത്. ആത്മാക്കൾക്ക് അവർക്ക് ഉദ്ദേശിക്കുന്നത് എത്താൻ പറ്റുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അമ്മയുടെ കഥ പറഞ്ഞത്. അല്ല അമ്മയുടെ കഥ പൊക്കാൻ വേണ്ടി അല്ല. ആത്മാക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവർ ഇച്ഛിക്കുന്നിടത്ത് ചെന്ന് അവരെ ഉണർത്താനുള്ള കഴിവും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്.